ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഒത്തിരിയേറെ സന്തോഷത്തോടും അതിലേറെ ആനന്ദത്തോടും കൂടിയിട്ടാണ് ഷാലോം വിഷൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത്, ദൈവമേ അങ്ങ് ആരാണ്? ദൈവമേ ഞാൻ ആരാണ്? ദൈവം ആരെന്നും ഞാൻ ആരെന്നും തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമെന്ന് പറയുന്നത്. വിശുദ്ധന്മാർ പറയുന്നു, ദൈവമേ അങ്ങയെ അറിയുന്തോറും കൂടുതൽ കൂടുതൽ അങ്ങയെ സ്നേഹിക്കാൻ, എന്നെ അറിയുന്തോറും എന്നെ മനസ്സിലാക്കുന്തോറും എന്നെ തന്നെ വെറുക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. 121 സങ്കീർത്തനം 5 തിരുവാക്യം. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. നമുക്ക് ഒന്നിനും കുറവ് കൂടാതെ നമ്മെ കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ. ആ അപ്പൻ്റെ മുമ്പിലാണ് നമ്മൾ വ്യാപരിക്കുന്നത്, ആ അപ്പൻ്റെ മുമ്പിലാണ് നമ്മൾ ചരിക്കുന്നത്, ആ അപ്പൻ്റെ മുമ്പിലാണ് നമ്മൾ വിശ്രമിക്കുന്നത്, ആ അപ്പൻ്റെ മുമ്പിലാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും എവിടെ പോയാലും നമ്മെ അനുഗമിക്കുന്ന ദൈവിക ശക്തിയാണ് നമ്മുടെ പിതാവായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൻ്റെ മാധുര്യം എന്തുമാത്രം ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ, അതിനനുഗുണമായിട്ടാണ് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുക. പഴയ നിയമത്തിലേക്ക് കടന്നു ചെന്നാൽ ഇസ്രായേലിന് മന്ന വിളമ്പിയ ദൈവം, ചെങ്കടലിനെ 2 വിഭജിച്ച ദൈവം, തീ വെയിലിൽ തണലേകിയ ദൈവം, ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വമക്കളുടെ അടുത്തേക്ക് കടന്നു വരുന്നത് എനിക്ക് വ്യക്തമായി കാണുവാൻ, അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. സ്വന്തം ശരീരത്തെ കീറി മുറിച്ച് നമുക്ക് ഭക്ഷണമായി തന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാതിരിക്കാനായിട്ടുള്ള പരിശ്രമമാണ് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൈശാചിക പീഡകളുടെ ഫലമായിട്ടാണ് യേശു ആരാണെന്ന്, ദൈവം ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണത്തിലുള്ള ഒരു ഇരുമ്പ് മറ, ഒരു ഷട്ടർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. ദൈവത്തെ അറിയാൻ തടസ്സമായി നിൽക്കുന്ന 4 കാര്യങ്ങളാണ്. 1, അലസത. അലസതയുള്ളവർക്ക് ദൈവത്തെ അറിയുവാനോ ദൈവത്തെ കണ്ടുമുട്ടുവാനോ സാധ്യമല്ല. ചില ആളുകളെ ഞാൻ കാണാറുണ്ട് വളരെ അലസമായി ജീവിക്കുന്നത്. പ്രാർത്ഥനയിൽ അലസത, കുടുംബജീവിതത്തിൽ അലസത, ജോലി വ്യാപാരങ്ങളിൽ അലസത. ഈ അലസത ജീവിതത്തെ തകർത്ത് കളയാൻ കൊണ്ടുപോകുന്നതാണ്. ദൈവത്തെ അറിയാൻ, സ്നേഹിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് അലസത. 2, അശ്രദ്ധ. ഒരു കോൺസെൻട്രേഷനുമില്ല, ഒരു ഏകാഗ്രതയില്ല. പ്രാർത്ഥനാ വേളയിലായിക്കൊള്ളട്ടെ, പഠനവേളയിലായിക്കൊള്ളട്ടെ, അധ്വാന നിമിഷങ്ങളായിക്കൊള്ളട്ടെ, ഒരു ഏകാഗ്രതയില്ല. എന്തുമാത്രം ഏകാഗ്രതയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുവോ, എന്തുമാത്രം ഏകാഗ്രതയോടെ ഞാൻ പഠിക്കുന്നുവോ, എന്തുമാത്രം ഏകാഗ്രതയോടെ ഞാൻ പ്രവർത്തിക്കുന്നുവോ, അതിനനുഗുണമായിട്ടാണ് വിജയം നമുക്ക് കൊയ്യാൻ സാധിക്കുന്നത്. പിശാച് ഏറ്റവും നല്ലത് വാഗ്ദാനം ചെയ്യുന്നു, എന്നാൽ ഏറ്റവും മോശമായതാണ് സമ്മാനിക്കുന്നത്. ഉന്നതമായ കാര്യം, ദൈവത്തെ പോലെയായി തീരാം, സമ്പന്നനാക്കി തീർക്കാം, കോടീശ്വരനാക്കി തീർക്കാം, വലിയ കാര്യങ്ങൾ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നു.
ഏറ്റവും മോശമായതാണ് അവൻ സമ്മാനിക്കുന്നത്. കാരണം അശ്രദ്ധ മൂലമായിട്ട് പലരുടെ ജീവിതങ്ങൾ ദുരന്തമായി മാറുന്നു. വീണ്ടും അജ്ഞത മൂലമായി ദൈവത്തെ അറിയാതിരിക്കുന്നു. വചനം വായിക്കില്ല, അറിവുള്ളവരോട് സംസാരിക്കുകയില്ല, ഒരു സെമിനാറിൽ പോവുകയില്ല, ഒരു പുസ്തകം വായിക്കുകയില്ല, ഒരു നല്ല മാഗസിൻ വായിക്കുകയില്ല. അജ്ഞത അന്ധകാരമാണ്. അന്ധകാരത്തിലാണ് തിന്മകൾ മുളയെടുക്കുന്നത്. അന്ധകാരത്തിന് നടുവിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കണമേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അജ്ഞത അന്ധകാരമാണ്. അന്ധകാരമാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വിതയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിന് അന്ധകാരം വ്യാപിക്കുന്നു, ജീവിതത്തിൽ അന്ധകാരം വിതയ്ക്കുന്നു, നമ്മുടെ തലമുറയിൽ അന്ധകാരം വിതയ്ക്കുന്നു. അന്ധത മൂലമായിട്ടാണ്, അജ്ഞതയും അന്ധകാരവും മുതലെടുത്തുകൊണ്ടാണ് ഓരോ നല്ല ശുദ്ധാത്മാക്കളെയും പിശാച് വഴി തെറ്റിപ്പിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവം ആരെന്ന് അറിയാതിരിക്കാൻ പിശാച് വിതയ്ക്കുന്ന 4 തിന്മയുടെ മേഖലയാണ് സൂചിപ്പിച്ചത്. അലസത, അശ്രദ്ധ, അജ്ഞത, അന്ധത. ഇത് മൂലമായി ദൈവത്തെ അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ദൈവവേലകളിൽ വ്യാപൃതനാകാൻ പറ്റുന്നില്ല, തീക്ഷ്ണത ഉണ്ടായിത്തീരുന്നില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയുന്നു, പണ്ട് വിഗ്രഹങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിറകെ പോയിരുന്ന നിന്നെ ഞാനിതാ വചനത്തിൻ്റെ വെളിച്ചത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം അവിടുത്തെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ ശക്തി കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടേണ്ടതിനുമായിട്ടാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, നീ എന്തിനാ ജീവിക്കുന്നത്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് വചനം പഠിപ്പിച്ചു തരുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി കാണിച്ചു തരാൻ. എന്താണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്ന് പറയുന്നത്? ജ്ഞാനം, വിവേകം, ബുദ്ധി, ആലോചന, ഭക്തി, ആത്മശക്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി ഇന്ന് നമ്മിലൂടെയാണ് പ്രകടമായി തീരേണ്ടത്. നല്ല ജ്ഞാനത്തോടെ സംസാരിക്കാൻ, ജ്ഞാനത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ. ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തെ അറിയാനുള്ള ദാഹമാണത്. ജ്ഞാനമുള്ള വ്യക്തിയുടെ അഭാവമാണ് ഇന്ന് ലോകത്തിൻ്റെ ദുരന്തം. ഇന്ന് ലോകത്തിൽ, ഇന്ന് രാജ്യത്ത് ജ്ഞാനമുള്ള വ്യക്തികളില്ല. അറിവുള്ളവർ ധാരാളമുണ്ട്, എന്നാൽ ജ്ഞാനമുള്ള വ്യക്തികളുടെ അഭാവം ഇന്ന് ലോകത്തിനുണ്ട്. സോളമൻ ജ്ഞാനിയായിരുന്നു. സോളമന്റെ പ്രാർത്ഥന അറിയാമല്ലോ, ദൈവമേ, ഈ ജനത്തെ നയിക്കാൻ എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. അതാണ് സോളമന്റെ പ്രാർത്ഥന. എന്നാൽ ദൈവമായ കർത്താവ് എന്താണ് ഉത്തരം നൽകിയത്? സോളമൻ ഈ ജനതയെ നയിക്കാനായിട്ട് കാലാൾ പടയെയോ കുതിരപ്പടയെയോ അല്ലല്ലോ നീ ചോദിച്ചത്, ജ്ഞാനവും വിവേകവുമല്ലേ? സോളമൻ, ഇതാ നിനക്ക് ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. അതോടൊപ്പം ഒരു രാജ്യത്തിനില്ലാത്ത പ്രശസ്തിയും ഒരു രാജാവിനില്ലാത്ത സമ്പത്തും ഞാൻ നിനക്ക് തരുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ പരാധീനങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ പരാജയങ്ങൾ അറിയുന്നുണ്ട്. ആ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം.
ജ്ഞാനത്തോടുകൂടിയ പ്രാർത്ഥന. ജ്ഞാനം നിറഞ്ഞ വ്യക്തികൾ സഭയിൽ ഉണ്ടാകട്ടെ. ജ്ഞാനം നിറഞ്ഞ വ്യക്തികൾ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളിൽ ഉണ്ടാകട്ടെ. ജ്ഞാനം നിറഞ്ഞവർ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ജ്ഞാനം നിറഞ്ഞ വൈദികർ, ജ്ഞാനം നിറഞ്ഞ അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിദ്യാലയ കലാലയങ്ങൾ ഉണ്ടാകട്ടെ. അവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. ഇന്ന് കാണുന്ന അരക്ഷിതാവസ്ഥകൾ, ദുഃഖ ദുരിതങ്ങൾ, എല്ലാവിധ തിന്മയുടെ തേർവാഴ്ചകൾ അസ്തമിക്കണമെങ്കിൽ ജ്ഞാനം നിറഞ്ഞ വ്യക്തികൾ ഈ ഭൂമുഖത്തുണ്ടാകണം. ദൈവത്തിൻ്റെ ശക്തി അറിയുന്നത് വിവേകത്തിലൂടെയാണ്. വിവേകം നമുക്ക് വേണം. പ്രിയപ്പെട്ട മകളെ, ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്ത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ബുദ്ധിപൂർവം പെരുമാറാനും സംസാരിക്കാനുള്ള കഴിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. ഒരു കുടുംബത്ത് വിവേകമുള്ള ഒരു ഭാര്യ കുടുംബത്തിന് അനുഗ്രഹമാണ്. ഒരു വിവേകമുള്ള മകൻ ആ കുടുംബത്തിന് ആശീർവാദമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവേകമില്ലാത്തതിൻ്റെ പേരിൽ എത്രയോ സംഭവങ്ങളാണ് കോടതിയിൽ കന്നു കയറുന്നത്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കേണ്ട, ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് കോടതിയിൽ കയറി നടക്കുകയാണ്. വിവേകമില്ലാത്തതുകൊണ്ടാണ്. വിവേകം, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധ പ്രധാനമാണ് വിവേകം എന്ന് പറയുന്നത്. വിവേകമുള്ളവരുടെ അടുത്തേക്ക് നമ്മൾ പോകണം. അവരുമായി നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, ആലോചന ദൈവത്തിൻ്റെ ശക്തിയാണത്. ആലോചന ചോദിക്കുമ്പോൾ സ്വാർത്ഥതകൾ മാറ്റിവെച്ച് നന്മ തിന്മകൾക്ക് പ്രത്യേകമായ വിധത്തിൽ ആലോചന ചോദിക്കാൻ പറ്റിയ നല്ല ദൈവിക മനുഷ്യർ ഇന്ന് ഭൂമുഖത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചന ദൈവത്തിൻ്റെ ശക്തി മറ്റൊരു വിധത്തിൽ അറിയുന്നതാണ്. നല്ല ഭക്തി നമ്മൾ കാണാറുണ്ട്. ധ്യാനത്തൊക്കെ സംബന്ധിച്ച് കഴിയുമ്പോൾ നല്ല ഭക്തിയോടെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു പോകുന്ന അനേകായിരങ്ങളെ കണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയാറുണ്ട്. ഹൃദയത്തിലെ പാപം തരുന്ന സുഖം, ആ സുഖത്തിൻ്റെ ഫലങ്ങളെല്ലാം ഇതാ നമ്മിൽ നിന്ന് എടുത്തു മാറ്റി കഴിയുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ഹൃദയത്തിൽ സുഹൃതങ്ങൾ നട്ടുവളർത്തി ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളാക്കി നമ്മെ മാറ്റുകയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നതിനും ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. തന്മൂലം എൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകും. ഇതൊരു പ്രോമിസാണ് പ്രിയപ്പെട്ടവരെ. കാരണം ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കാനാണ്, ഫലം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. തന്മൂലം പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അവിടെ നമുക്ക് തരും. പ്രിയ നിറഞ്ഞ മക്കളെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ജെറുസലേം വചന കൂടാരത്തിൽ നെടുപുഴയിൽ വന്ന പൊറിഞ്ചു അപ്പച്ചൻ സാക്ഷ്യം പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ നോക്കി നിന്നു. ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ചോര ശ്രദ്ധിച്ചതിൻ്റെ ഫലമായി കൊണ്ടുപോയതാണ്. 9 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 9ാമത്തെ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു, ലെൻസിൽ തടിപ്പുണ്ട്, അതുമാത്രവുമല്ല ക്യാൻസറിൻ്റെ ആരംഭമാണ്, ഏറ്റവും വേഗത്തിൽ ഓപ്പറേഷൻ നടത്തണം. പാവപ്പെട്ട കുടുംബം പേടിച്ച് വ്യസനിച്ച് ജെറുസലേം വചന കൂടാരത്തിൽ വന്നപ്പോൾ എന്നെ കാണുവാനിടയായി. ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഈ പൊറിഞ്ചു അപ്പച്ചൻ്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട്. കണ്ണുനീര് ദൈവസ്പർശനത്തിൻ്റെ അടയാളമാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ,
ഈ അപ്പച്ചൻ്റെ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. ഈ ഭയം, ഈ ദുഃഖം, ഈ ഉത്കണ്ഠ എടുത്തു മാറ്റി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരം കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശം നൽകി. മെയിൻ ഹാളിൽ, ജെറൂസലമിൻ്റെ മെയിൻ ഹാളിൽ സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ പോയി അദ്ദേഹം ഒരു ജപമാല ചൊല്ലി ഭവനത്തിലേക്ക് യാത്രയാകുകയാണ്. വെള്ളിയാഴ്ച തോറും നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഡോക്ടറെ കാണുവാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ലെൻസിലുണ്ടായിരുന്ന തടിപ്പ് കാണാനില്ല. ചോര ഛർദ്ദിക്കൽ നിർത്തി. ഡോക്ടർ വിധി എഴുതി, ക്യാൻസറിൻ്റെ ഒരു രോഗത്തിൻ്റെ ലക്ഷണവും ഇപ്പോൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ മക്കളുടെ സങ്കടങ്ങളിൽ, അവൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടാനായിട്ട് ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന, സൗഖ്യം നൽകുന്ന അനേകം സാക്ഷ്യങ്ങൾ ഓരോ വെള്ളിയാഴ്ചകൾ തോറും ശുശ്രൂഷാ സമയത്ത് ഞങ്ങളിവിടെ പങ്കുവയ്ക്കപ്പെടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഭൂമി രൂപരഹിതവും ഫലശൂന്യവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, രൂപരഹിതമായ ജീവിതത്തിന് രൂപം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. എത്ര അധ്വാനിച്ചിട്ടും ഫലം കിട്ടാത്ത, എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാത്ത, എത്ര അധ്വാനിച്ചിട്ടും ഫലം കിട്ടാത്ത സ്ഥലങ്ങൾക്ക്, കാര്യങ്ങൾക്ക് അനുഗ്രഹം തരുന്നവനാണ് ദൈവം. പിതാവായ ദൈവം തൻ്റെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വചനം പറയുന്നു, നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്. നീ രോഗിയാണോ? നീ പാപിയാണോ? നീ ദുഃഖിതനാണോ? നീ ഉത്കണ്ഠയിൽ ആകുലപ്പെട്ടവനാണോ? നീ ദൈവസന്നിധിയിലേക്ക് വരിക. ദൈവസന്നിധിയിൽ വന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണുനീരിൻ്റെ ചരിത്രത്തിലേക്ക്, നിന്റെ വേദനയുടെ ചരിത്രത്തിലേക്ക്, നിന്റെ പ്രതിസന്ധികളിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വരും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, വിശുദ്ധന്മാർ ആലോചിച്ചല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, പകരം പ്രാർത്ഥിച്ചാണ് തീരുമാനമെടുക്കുന്നത്. അവർ ബുദ്ധി കൊണ്ടല്ല തീരുമാനമെടുക്കുന്നത്, മറിച്ച് ഹൃദയം കൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. വിശുദ്ധരും നമ്മളും തമ്മിലുള്ള വ്യത്യാസമാണത്. അവർ ദൈവത്തെ കണ്ടു, അവർ ദൈവത്തെ സ്നേഹിച്ചു, അവർ ദൈവത്തെ അനുഗമിച്ചു, അവർ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറി. എന്നാൽ നമ്മളോ ദൈവത്തെ വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, നിന്റെ എല്ലാ തീരുമാനങ്ങളുടെ അറ്റത്ത് ഒരു പ്രാർത്ഥനയുണ്ടാകട്ടെ. നിന്റെ എല്ലാ തീരുമാനങ്ങളുടെ അറ്റത്ത് ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നു, മക്കളുടെ വിവാഹം ആലോചിക്കുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായി പുറപ്പെടുന്നു. ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാൻ. പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി കിട്ടും, പ്രവൃത്തികളെ പൂർണ്ണമാക്കാനായിട്ടുള്ള കൃപ കിട്ടും. 2 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുമ്പോൾ. ഒന്ന്, പ്രലോഭനങ്ങൾ. എവിടെ പോയി കഴിഞ്ഞാലും പ്രലോഭനങ്ങളാണ്. തിന്മ ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹങ്കാരത്തിൽപ്പെട്ട് ഉഴലുന്നവരാണ് നമ്മൾ ഭൂരിഭാഗവും. എന്നാൽ പ്രാർത്ഥനയോടെ ജീവിതം ആരംഭിച്ചാൽ പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. എത്രയോ സുഹൃത സമ്പന്നമായ ജീവിതം നയിക്കുന്നവർ പെട്ടെന്ന് തകർന്നു വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പ്രാർത്ഥനയുടെ ശൃംഖല കുറയുന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങളെ എതിർത്ത് നിൽക്കാനും പ്രവർത്തികളെ പൂർത്തിയാക്കാനും
നമ്മൾക്ക് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. പ്രാർത്ഥനയിൽ നിന്ന് മാറാനാണ് പല പ്രലോഭനങ്ങൾ ഉണ്ടായിത്തീരുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയങ്ങൾ അത് മാറ്റിവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, രൂപരഹിതമായ നമ്മുടെ ജീവിതത്തിലേക്ക്, ഫലശൂന്യമായ നമ്മുടെ ജീവിതത്തിലേക്ക് രൂപം തരാൻ, ഫലം തരാൻ കർത്താവ് കടന്നു വരട്ടെ. സുഭാഷിതം 3:21 നാം വായിക്കുന്നു, മകനെ, അന്യൂന്യമായ ജ്ഞാനവും വിവേചന ശക്തിയും പുലർത്തുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അത് ആത്മീയ ജീവനും കണ്ടത്തിന് ആഭരണവുമായിരിക്കും. അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായിരിക്കും, നിന്റെ കാലിടറുകയില്ല. നമ്മുടെ കാലിടറാതെ പോകണമെങ്കിൽ ജ്ഞാനവും വിവേചന ശക്തിയും ഉണ്ടാകട്ടെ. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, അങ്ങയെ അറിയുന്തോറും അങ്ങയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ, എന്നെ അറിയുന്തോറും എന്നെ തന്നെ വെറുക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിലും പ്രാർത്ഥനയോടെ ആരംഭിക്കുവാനും പ്രാർത്ഥനയോടെ പൂർത്തിയാക്കുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എത്രയോ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളായി തീരേണ്ട ഞങ്ങളുടെ ജീവിതങ്ങൾ ഇന്ന് ഫലശൂന്യമായി തീർന്നിരിക്കുന്നു. മരുഭൂമി പോലുള്ള ഞങ്ങളുടെ ജീവിതത്തെ മലർവാടിയാക്കി മാറ്റുവാൻ, അനുഗ്രഹമാക്കി മാറ്റുവാൻ, അഭിഷേകമാക്കി മാറ്റുവാൻ, കൃപയാക്കി മാറ്റുവാൻ ദൈവമേ, അവിടുന്ന് ഞങ്ങളിൽ വന്ന് നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആമേൻ.